നല്ല പടമാണ്, ചിരിക്കാൻ കുറെ ഉണ്ട്, ഫുൾ ടൈം ഒരു പുഞ്ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റിയ പടം. ഫസ്റ്റ് ഹാഫ് കിട്ടില്ലാണ്, അടിപൊളിയാണ്, നല്ല ചിരിക്കാം, നല്ല ഫാമിലി എന്റർടൈനർ ആണ്, അടിപൊളി. സെക്കൻഡ് ഹാഫ് എന്താവും എന്നുള്ള ഒരു ഇതിലാണ്. എന്റെ ഒപ്പം എല്ലാരും വന്നവരും പോണവരൊക്കെ സീനാ. അമ്മാതിരി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, എല്ലാ ക്യാരക്ടറും കിട്ടില്ല. സെക്കൻഡ് ഹാഫിന് എന്താവും എന്നുള്ളൊരു ഇതിലാണ്. ഫാമിലിക്ക് സൂപ്പറാ, അടിപൊളിയായിട്ട് കാണാം. ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ലാഗ് ഒന്നുമില്ല, നമുക്കിങ്ങനെ കടപ്പെട്ടപ്പെട്ടാന്ന് പറഞ്ഞ പടം പോണത്. പൊന്നളിയാ, കൈയടിക്കാനും ചിരിക്കാനും മാത്രം സമയം ഉണ്ടാവുള്ളൂ. അമ്മാതിരി ഐറ്റം, ഫുള്ള് കോമഡി, നല്ല നാച്ചുറൽ ആക്ടിങ്. എല്ലാവരും ഒരു തരി ഒരു ബോറടിക്കില്ല. പഴയ നീൻ പൊളി ഓണം കൊണ്ടായി ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്തു. ഫുള്ള് കോമഡി. മറ്റേ സംഗീതത്തിന്റെ പേര് സംഗീതമൊക്കെ ഒരു രക്ഷയില്ല. ഒയ്യോ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അമ്മാതിരി പണം, നൈസായിട്ട് ഗംഭീരായിട്ട് ഓരോ എല്ലാവരും കൈയടിയ തിയേറ്ററിൽ കൈയടിക്കാച്ചിരിക്കുക. ഇന്റർവ്യൂ വരെ എങ്ങനെയാണെങ്കിൽ പടം കഴിയുമ്പോൾ എന്തായിരിക്കും അവസാനം? പൊന്നിയാട്ട തകർത്തിന് പൊളി, അടിപൊളി. ഓണം തൂക്കും. ഫസ്റ്റ് ഹാഫ് തന്നെ കിട്ടില്ല, ഒരു രക്ഷയില്ല, ചിരിച്ചു ഉപ്പാട് ഇളകി, അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഹൈലാ പോണത്, സെക്കൻഡ് ഹാഫ് ഓണം തൂക്കി. നല്ല കയ്യടി, നല്ല ചിരി, നല്ല അടിപൊളി. കിട്ടില്ലനായിട്ടുണ്ട്, എല്ലാവരും വർക്കായിട്ടുണ്ട്. നല്ല ചിരിച്ച് കളിച്ച് നമുക്ക് ഭയങ്കര സന്തോഷം, മനസ്സിന് ഭയങ്കര ഹാപ്പി. ഓണം വിന്നർ നിവിൻ തൂക്കി. ഉഗ്രം പടം എന്ന് പറഞ്ഞാൽ പ്രേമലുവിൻ്റെ ഒക്കെ അത്ര ഉക്കും എല്ലാം. പ്രേമലു ടീംസ് മുഴുവനുണ്ട്, മറ്റേ നെസ്ലിനൊഴി ബാക്കി എല്ലാവരും ഉണ്ട്. നിറഞ്ഞ കൈഡിയായിരുന്നു വീട്ടിലോട്ട്. ഉഗ്രം നമ്പറുകൾ, അടിപൊളി നമ്പർ. കുറേ നാൾ കൂട്ടി കിടിൽ നമ്പറുകൾ കേൾക്കുന്നു. നിവിൻപോളി കലക്കി. നിവിൻപോളിയുടെ തിരിച്ചുവരവ് വീണ്ടും സർവമായ കഴിഞ്ഞ് വേറൊരു തിരിച്ചുവരവും കൂടെ അടിപൊളി കിട്ടും. അത് മിസ് ചെയ്ത് നിവിൻപോളിയും കിട്ടി. നല്ല രസം. ഒരു മിനിറ്റ് പോലും ഒരു ലാഗ് തോന്നില്ല കേട്ടോ. നല്ല രസമായിട്ട് ചിരി എന്ന് പറഞ്ഞാൽ തിയേറ്റർ നിറഞ്ഞ് ചിരിയായിരുന്നു. അടിപൊളി പടം, കിടില പടം. കിഡ്സ് അത് പ്രേമലുവിന്റെ അതേപോലെ തന്നെ. എനിക്കിന്നെ ഒരുപടി മുന്നിലാന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. കിടിലം പടം കേട്ടോ. സംഗീതമൊക്കെ കലക്കിയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. കിടിലം പടം, അടിപൊളി. നിവിൻ പോളിയുടെ പടം ബദലെ പൊളിച്ചടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇത് നിവിൻ്റെ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സംഭവമാണ്. പിന്നെ നിവിന് ഈ ഒരു ജനറേഷനിൽ നിവിൻ്റെ ഒരു മാനറിസത്തിന് പറ്റിയ ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷേഡി. പിന്നെ പക്ഷെ ഇവരുടെ ഒരു പ്രായ വ്യത്യാസം, ആളൊരു ന്യൂജൻ പടങ്ങൾ എടുക്കുന്ന ആളാണ്. അതിലേക്ക് എങ്ങനെ നിവിൻ പോളി വരും, അങ്ങനെ ഒരു സ്ക്രിപ്റ്റിനാണ് അവർ കാത്തിരുന്നതെന്ന് തോന്നുന്നു. അത് ഈ കറക്റ്റ് സമയത്ത് സംഭവിച്ചു. ഒരു ഡൾ മൊമെൻ്റ് ഇല്ല ഈ സിനിമയിൽ. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഓർഗാനിക്കും വളരെ നാച്ചുറലായിട്ട് ഗിരീഷ് ഷേഡിയുടെ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ നിവിൻ്റെ മാനറിസം ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് തിയേറ്ററിനകത്ത് ഫാമിലി ആയിട്ട് കണ്ടിരിക്കുന്ന ക്ലീൻ ആയിട്ടുള്ള ഫാമിലി എൻ്റർടൈനർ. നിവിൻ മമിത പെയർ ഒരു രക്ഷയില്ല. ഭയങ്കര എന്തോ ഒരു ഗംഭീര കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൗണ്ടറുകളെല്ലാം വർക്കാവുന്നുണ്ട്. സംഗീതം മുതൽ അങ്ങോട്ട് എല്ലാവരും പെർഫോമൻസ് കൊണ്ട് അഴിഞ്ഞാടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ, ഓരോ സീനിനും കയ്യടിയും ചിയറിങ്ങും ആയിരുന്നു. അത്ര ഇൻവോൾവ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കഥയും കൂടിയാണ്. അതെ, നിവിൻ ഇടയ്ക്കൊന്ന് മാറി ചിന്തിച്ച് കുറച്ചൊരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് മൂവീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ചാമിങ് നിവിൻ. ഈ ഒരു ഏരിയയിൽ നിവിനെ വട്ടം വയ്ക്കാൻ ഈ യൂത്തന്മാരിൽ ആരുമില്ല. അത് കറക്റ്റ് സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. സൈലൻ്റായിട്ട് വന്നിട്ട് ആ ഫാമിലി ഓഡിയൻസിനെ തൂക്കുമെന്ന് പ്രതീക്ഷിച്ചു. അത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് അറിയാനൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം, വളരെ റെയർ പടങ്ങളാണ് നമ്മൾ പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സെറ്റാണ് എന്ന് തീരുമാനിക്കുന്നു. ഒരു ഡൾ മൊമെൻറ്റ് പോലുമില്ല. ഇതിൽ മേലേക്ക് പോകാൻ ഇനി സാധ്യതയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ പോലെ തന്നെ നിവിൻ ഓണം ഗംഭീരമാക്കി. ഒന്നുമില്ല, നല്ല എൻ്റർടൈൻമെൻറ്റോടെ പോയിട്ടുണ്ട്. നിവിൻ പോളിയുടെ കംബാക്ക് തന്നെയാണ് ഇപ്പോൾ. സർവ്വമായുണ്ട്, ഞാൻ ഇതാണ് ഇപ്പോൾ കാണുന്നത്. അടിപൊളി പടം തന്നെയാണ്. അടിച്ചു കയറാൻ പറ്റും. ഈ പടം തൂക്കി അങ്ങനെ പറയാം. വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ നോക്കാം ബാക്കി ക്ലൈമാക്സ് ഉണ്ടാവും എന്നൊക്കെ. പടം അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരെ കോമ്പിനേഷൻ എല്ലാവരും ഒരുമിച്ച് നിൽപ്പുണ്ട്, കട്ടക്കെട്ടി നിൽപ്പുണ്ട്. ഇനി ബാക്കി ഇൻ്റർവ്യൂ കാണാം.